ഹലോ അമീഗോസ്. നാട്ടിൽ വരുമ്പോൾ ഒരു വീക്കെൻഡ് നമ്മൾ ഫ്രണ്ട്സിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ ഒരു യാത്രയാണ് ഞാൻ പോകുന്നത് ബംഗളൂരുവിലേക്കാണ്. എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോഴും കോണ്ടാക്ട് വെക്കുന്ന ഒരു 5-6 നാട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു 3 ഫ്രണ്ട്സിനെ എന്തായാലും കാണണം എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ പോവാറ്. സന്ധ്യ ട്രിവാൻഡ്രത്തുനിന്നും ഞാൻ തൃശ്ശൂരിൽ നിന്നുമാണ് കയറിയത്. അഞ്ജലിയും അനുമോനും ബംഗളൂരുവിൽ സെറ്റിൽഡ് ആണ്. 7 വർഷത്തിന് ശേഷം ബംഗളൂരു വരുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്ത് ഞങ്ങൾ നേരെ അനുമോന്റെ അപ്പാർട്ട്മെന്റിലേക്കാണ് പോയത്. കുറെ നാളുകൾക്ക് ശേഷം കാണുന്നോണ്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നേരം പോകുന്നതിന് അറിയില്ല. ഈവനിങ് ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ടോയ്ലറ്റിലാണ് കേട്ടോ പോയത്. ഞങ്ങൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് എപ്പോഴും അനുമോൻ പറയുന്ന ഒരു സ്പേസ് ആയിരുന്നു ഇത്. അന്ന് എന്തുകൊണ്ടോ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണത്തെ ബംഗളൂരു യാത്രയിൽ ടോയ്ലറ്റ് എനിക്കൊരു മസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ കഴിച്ചിറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം അവിടെ നല്ല തിരക്കായിട്ടോ. കോളേജിലെ നൊസ്റ്റു വർത്താനത്തിൽ ഈ ഒരു തിരുവാതിരക്കളി അന്നത്തെ ഏറ്റവും വലിയ കോമഡി ആയിരുന്നു ഞങ്ങളുടെ. അനുമോൻ അത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 13 വർഷത്തിന് ശേഷം കോളേജിലുണ്ടായിരുന്ന പല കാര്യങ്ങളും ഈ ഒരു ഇരിപ്പിൽ ഒരുപാട് സീക്രറ്റ്സ് പുറത്തു വന്നു. പിറ്റേ ദിവസം ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിൽ പോയി കുറച്ചു നേരം അതിൽ കൂടെയൊക്കെ നടന്ന് അല്ലറ ചിലർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബംഗളൂരുവിനോട് ബായ് പറയാണ്. പിന്നെ പറ്റിയൊരു കാര്യം, 7 മണിയുടെ ട്രെയിനിന് ഞങ്ങൾ എത്തിയത് 7:10 കേട്ടോ. ട്രെയിൻ ഒരു സ്വല്പം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടി. പക്ഷെ സത്യം പറയാലോ, എപ്പോഴും ഞാൻ ആലോചിച്ചു ഈ ട്രെയിൻ ഒന്ന് മിസ്സായിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചു നേരം കൂടി ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന്. 4 വർഷം ഒരുമിച്ച് അതൊരു വീക്കെൻഡിലേക്ക് ചുരുങ്ങുന്ന ഒരു യാത്ര. ഈ ഒരു യാത്ര പറച്ചില് അതൊരു ഇത്തിരി ഹെവി ആയിരുന്നു.